മലയാളത്തിന്റെ പ്രിയ താരമാണ് മമ്മൂട്ടി. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെയായി മലയാളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഇതിഹാസ താരം സമീപകാലത്ത് നിറഞ്ഞാടിയ വേഷങ്ങൾക്ക് അതിലില്ലായിരുന്നു. മറ്റൊരു നടന് പകർന്നാടാൻ ഇടയില്ലാത്ത തരം വേഷങ്ങൾ ചെയ്ത് പ്രേക്ഷക മനസ്സിൽ വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടിരിക്കുന്ന മമ്മൂക്ക ഫിലിംഫെയർ അവാർഡിൽ മികച്ച നടനാകുമോ എന്ന കാത്തിരിപ്പിലാണ് ആരാധകരിപ്പോൾ. ഫെബ്രുവരി 21-ാം തീയതിയാണ് ഫിലിംഫെയർ അവാർഡുകൾ പ്രഖ്യാപിക്കുക. മികച്ച മലയാള നടന്മാരുടെ മത്സരത്തിൽ മമ്മൂട്ടിയുമുണ്ട്. ബ്രഹ്മയുഗത്തിലെ പ്രകടനത്തിനാണ് നോമിനേഷൻ ലഭിച്ചിരിക്കുന്നത്. ആസിഫ് അലി, ബേസിൽ ജോസഫ്, ഫഹദ് ഫാസിൽ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ് എന്നിവരാണ് മറ്റുള്ളവർ. ബ്രഹ്മയുഗത്തിന് പുരസ്കാരം ലഭിക്കുകയാണെങ്കിൽ മമ്മൂട്ടിയുടെ കരിയറിലെ 16-ാമത്തെ ഫിലിംഫെയർ അവാർഡായിരിക്കും ഇത്. നന്മകൾ നേരത്ത് മയക്കം എന്ന സിനിമയിലൂടെ മികച്ച നടനായി 15-ാമത്തെ പുരസ്കാരം 2024-ൽ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. 70-ാമത് ഫിലിംഫെയർ വരാനിരിക്കെ മമ്മൂട്ടിയുടെ ത്രോബാക്ക് വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിഹാസം എന്നാണ് ക്യാപ്ഷനായി കൊടുത്തിരിക്കുന്നത്. അമരം സിനിമയ്ക്കുൾപ്പെടെ മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം വാങ്ങിക്കുന്ന വീഡിയോയും ഇക്കൂട്ടത്തിലുണ്ട്. 38-ാമത് ഫിലിംഫെയറിലായിരുന്നു ഇത്. നടി രേഖയിൽ നിന്നുമായിരുന്നു അദ്ദേഹം അന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.